നമ്മുടെ ഈ മൊഡ്യൂള് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ബേസിക്കലി ദ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. എന്താണ് എയർ പൊല്യൂഷൻ, എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. അതിലാദ്യം നമ്മൾ പറയുന്നത് വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ്. ഇത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ടർ എന്ന് പറയുന്നത് എസെൻഷ്യൽ ലൈഫ് ഫോമാണ്, ഫോർ ലൈഫ് ഫോംസ് ആണ്. അത് പോപ്പുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു, അർബനൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വാട്ടറിലേക്ക് കണ്ടാമിനൻസ് വിടുന്നുണ്ട്. അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ നമ്മൾ യൂസ് ചെയ്ത വാട്ടർ വീണ്ടും പൊല്യൂട്ടഡ് ആക്കി നമ്മുടെ സ്ട്രീംസിലോട്ടും സീലോട്ടും എല്ലാം ഒരു കണ്ടാമിനേറ്റഡ് വാട്ടർ പോകുന്നു. ഓക്കെ, അതാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3/4 പ്ലാനറ്റ്സ് എർത്ത് എന്നത് കവേർഡ് ബൈ വാട്ടറാണ്. ഓക്കെ, അതിൽ 3% മാത്രമേ നമുക്ക് ഫ്രഷ് വാട്ടറായിട്ട് അവൈലബിൾ ഉള്ളൂ. ബാക്കി 98-97% നമുക്ക് ഫ്രഷ് വാട്ടറായിട്ട് അവൈലബിൾ അല്ല. ഈ 3% ഫ്രഷ് വാട്ടറായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതിൽ 2 ടൈപ്പ് ഓഫ് വാട്ടറാണ്. ഒന്ന് സർഫസ് വാട്ടറും 2 ഗ്രൗണ്ട് വാട്ടറും. ഓക്കെ, ഈ 2 വാട്ടറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ കാര്യമൊന്നും പറഞ്ഞു തരണമെന്ന് തോന്നുന്നു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. മറ്റേ മഴ പെയ്യുന്നു, ഇടി വെട്ടുന്നു സംഭവമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ക്ലൗഡിൽ നിന്ന് വെള്ളം വരുന്നു, ഗ്രൗണ്ടിലോട്ട് പോകുന്നു, ഓഷനിലോട്ട് പോകുന്നു, ഇവാപ്പറേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ. അപ്പം ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ വഴിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകുന്നത്, ഫ്രഷ് വാട്ടറായിട്ടും അല്ലാണ്ടും കിട്ടുന്നത്. ഇപ്പോൾ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പൊല്യൂഷൻ? അതായത് ഒരു കണ്ടാമിനേഷൻ ബിയോണ്ട് റീച്ചിൽ, അതായത് നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ യൂസേജ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കൂടുതൽ കണ്ടാമിനേറ്റഡ് ആകുമ്പോഴത്തേക്ക് അതിന് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടാമിനൻസിനാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പല ടൈപ്പ് ഉണ്ട്. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടറിലുണ്ടാവും, സ്ട്രീംസിലുണ്ടാവും, ലേക്സിലുണ്ടാവും. എന്തായാലും ഇൻഡസ്ട്രിയിലും പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് മെയിനായിട്ട് കാരണം. ഓക്കെ, അത് നമ്മൾ ഒരു വാട്ടർ പൊല്യൂട്ടഡ് ആണ് എന്നറിയണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫിസിക്കലുണ്ട്, കെമിക്കലുണ്ട്, ബയോളജിക്കലുണ്ട്. ഫിസിക്കലി കളറും, മോഡറും, ടർഡിഡിറ്റിയും, ടേസ്റ്റും ഒക്കെ വരും. കെമിക്കലാണെങ്കിൽ എമൗണ്ട് ഓഫ് സൾഫേറ്റ്, ക്ലോറൈഡ്, കാർബണേറ്റ്സ്, ഫ്ലൂറൈഡ്സ്, നൈട്രേറ്റ്സ്, അങ്ങനെ. ബയോളജിക്കലാണെങ്കിൽ എന്താ, ആൽഗെ, ഫംഗി, വൈറസ്, പ്രോട്ടോസോ, ബാക്ടീരിയ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മെയിനായിട്ട് 2 സോഴ്സസ് ഉണ്ട് ഫ്രഷ് വാട്ടർ പൊല്യൂഷൻ. ദേ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്. സർഫസ് വാട്ടർ പൊല്യൂഷൻസ് ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്. സർഫസ് വാട്ടർ പൊല്യൂഷന് 2 ടൈപ്പ് ഉണ്ട്, പോയിൻറ്റും ഉണ്ട്, നോൺ പോയിൻറ്റ് സോഴ്സസും ഉണ്ട്. അതുകൂടാതെ നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് സോഴ്സസും ഉണ്ട്. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് സോഴ്സ് ദാറ്റ് എമിറ്റ്സ് ദ പൊല്യൂട്ടൻസ് റിഫ്ലക്ട് ഡയറക്ട്ലി ഇൻ ടു ദ വാട്ടർ ബോഡി. അത് വാട്ടർ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് പോയിൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഡൊമസ്റ്റിക് വേസ്റ്റ്, അതൊക്കെയാണ് ഈ പോയിൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ത്രൂ എൻവയൺമെൻറ്റ് ചേഞ്ചസ് അങ്ങനെയുള്ള പൊല്യൂഷനാണ് നോൺ പോയിൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സോഴ്സസാണ് നോൺ പോയിൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഫാമിൽ നിന്നും കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുമൊക്കെ ഡയറക്റ്റായിട്ട് അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് സ്ട്രീം വഴിയും ചെറിയ വാട്ടർ ബോഡീസ് വഴിയൊക്കെ ലേക്സിലേക്കും ഒക്കെ പോകുന്നതിനാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് സോഴ്സസ്. കോൺസെൻട്രേഷൻ കൂടുതൽ വരുന്നതിനാണ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് സോഴ്സസ് എന്ന് പറയുന്നത്. അതിൽ ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു മാൻമെയ്ഡ് സോഴ്സസ് വഴി ഉണ്ടാകുന്ന പൊല്യൂഷന് വേണ്ടിയാണ് ഈ ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ സീവേജ്, വേസ്റ്റ് വാട്ടർ, ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ വേസ്റ്റ് എല്ലാം പോകുന്നതിനൊക്കെയാണ് ഈ ആന്ത്രോപോജനിക് സോഴ്സസ്. അതിൻ്റെ ഡയഗ്രാം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനാണ്. അതായത് ഈ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്ന വാട്ടർ പതുക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ടു സീപ്സ് ഇൻ ടു ദ ഗ്രൗണ്ട് ആൻഡ് എൻറ്റേഴ്സ് ദ അക്വിഫർ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലെ അണ്ടർഗ്രൗണ്ട് വാട്ടറിലെ പൊല്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ. അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള പുറത്തുള്ള വെള്ളത്തിനെല്ലാം അതിൻ്റെ ഇത്ര താഴെയുള്ള വെള്ളത്തിനെ പൊല്യൂട്ട് ചെയ്യുന്നതിന്. ഓക്കെ, സീവേജ് സോയിലോട്ട് ഡിംപ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ യൂസ്, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതൊക്കെയാണ് ഇതിന് കാരണം. ഓക്കെ, അത് പല ടൈപ്പ് പൊല്യൂട്ടൻസ് ഉണ്ട് അങ്ങനെ. അതായത് ഒന്ന് സീവേജ് പൊല്യൂട്ടൻസ്,
പൊല്യൂട്ടൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്, അഗ്രികൾച്ചറിലുണ്ട്, റേഡിയോ ആക്റ്റീവ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കുക. ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ്, അഗ്രികൾച്ചർ പൊല്യൂട്ടൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർത്തിരിക്കുക, എന്തൊക്കെ ടൈപ്പ് പൊല്യൂട്ടൻസ് ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ ഈ ഒരു ടൈപ്പ് പൊല്യൂട്ടൻസാണ് നമ്മൾ കൂടുതലും പൊല്യൂഷൻ കാരണമാക്കുന്നത്. ഇൻഡസ്ട്രിയിൽ CR എന്നൊക്കെ ഓർത്താൽ മതി, CSIAR. ഓക്കെ, സീവേജ്, ഇൻഡസ്ട്രിയിൽ, അഗ്രികൾച്ചർ, റേഡിയോ. പിന്നെയുള്ള നമുക്ക് പല ടൈപ്പ് പൊല്യൂട്ടൻസ്, അതിൻ്റെ സോഴ്സസ്, എഫക്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊല്യൂട്ടൻസിൻ്റെ പാത്തോജൻസ് ഉണ്ട്. പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ സീവേജ്, ഹ്യൂമൻ ആനിമൽ വേസ്റ്റ്, അതൊക്കെ അതിൽ നിന്നുണ്ടാകുന്നതൊക്കെ. പിന്നെ ഓർഗാനിക് പൊല്യൂട്ടൻസ്, ഓയിൽ, ഗ്രീസ്, പെസ്റ്റിസൈഡ്സ്. പിന്നെ ഇൻഓർഗാനിക് ഉണ്ട്, എന്തൊക്കെയാണ്, ഫെർട്ടിലൈസേഴ്സ്. പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്, ഫ്രം നാച്ചുറൽ സോഴ്സസും ഉണ്ടാകും, അല്ല യുറേനിയത്തിൻ്റെ വഴി. പിന്നെ ഹീറ്റ് ഉണ്ട്, സെഡിമെൻറ്റ്സ്, നാച്ചുറൽ ഇറോഷൻ വഴി, റൺ ഓഫ് വാട്ടർ വഴി, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പല ടൈപ്പ് പൊല്യൂട്ടൻസ് ഉണ്ട്. അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വാട്ടർ പൊല്യൂഷൻ്റെ പിന്നെ ഉണ്ടാകുന്ന ചില ബയോളജിക്കൽ എഫക്ട്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. ഇനി അതിലുള്ള ഒരു ബയോളജിക്കൽ എഫക്ട്സ് രണ്ടെണ്ണമാണ്, ഈ യൂട്രോഫിക്കേഷനും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്ടർ ബോഡി സ്ലോലി റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, ഇതൊക്കെ പൊല്യൂഷന് കാരണമാവുമല്ലോ. സോയിൽ ഇറോഷൻ വഴിയും, അത് മാൻമെയ്ഡ് ആയിട്ടാണോ നാച്ചുറലായിട്ടാണോ എങ്ങനെയായാലും സോയിൽ ഇറോഷൻ വഴി ഒരു ഇതിനകത്ത് നൈട്രേറ്റ്സിൻ്റെയും ഫോസ്ഫേറ്റ്സിൻ്റെയും എമൗണ്ട് ഒക്കെ കൂടുന്നതാണ് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. പിന്നെ ബയോ മാഗ്നിഫിക്കേഷൻ, അതായത് ഈ ടോക്സിക് കെമിക്കൽസിൻ്റെ കോൺസെൻട്രേഷൻ ഇതിൽ കൂടുന്ന, നമ്മുടെ വാട്ടർ ബോഡിയിൽ കൂടുന്നതിനാണ് ഈ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് അക്യുമുലേറ്റഡ് ടോക്സിക് കെമിക്കൽസ് അത് വൺ ഗോസ് ഹയർ ഇൻ ഫുഡ് ചെയിൻ ഇറ്റ്സ് കോൾഡ് ബയോ മാഗ്നിഫിക്കേഷൻ. അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. പല ടൈപ്പ് എഫക്ട്സ് ആണ് യൂട്രോഫിക്കേഷൻ, ബയോ മാഗ്നിഫിക്കേഷൻ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനുള്ള നമ്മൾ കൺട്രോൾ മെഷേഴ്സ്, ഒരു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്ന കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും ടേർഷ്യറി ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പ്രൈമറി ട്രീറ്റ്മെൻറ്റാണ് സെഡിമെൻറ്റേഷൻ, ഫിൽട്ടർ ചെയ്യുക, വാട്ടറിനെ ഫിൽട്ടർ ചെയ്യുക, വാട്ടർ സെഡിമെൻറ്റ് ചെയ്യുക, സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് നടത്തുക, അതിനെ സോഫ്റ്റൻ ചെയ്യുക, നമ്മൾ എയറേഷൻ ചെയ്യുക, കൂടുതൽ എയർ സപ്ലൈ ചെയ്യുക, സോഫ്റ്റൻ ചെയ്യുക, വാട്ടറിനെ ഡിസിൻഫെക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെ ഇലാബറേറ്റ് ആയിട്ട് നിങ്ങൾ വേറെ നോട്ട്സിൽ നിന്നൊക്കെ പഠിക്കുക കേട്ടോ. ഈ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷനാണ് പൊല്യൂഷനാണ് എയർ പൊല്യൂഷൻ. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സർട്ടൻ ഡൊമസ്റ്റിക് ആക്ടിവിറ്റി. നമ്മൾ ബേസിക് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ പ്രസൻസ് ഓഫ് എനി സോളിഡ്, ലിക്വിഡ് ഓർ ഗേഷ്യസ് സബ്സ്റ്റൻസ് ഇൻക്ലൂഡിംഗ് നോയിസ്, റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇൻ സച്ച് എ കോൺസെപ്റ്റ് ദേ മേ ബി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇഞ്ചുറീസ് ടു ഹ്യൂമൻസ് ഓർ അതർ ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, 2 ടൈപ്സ് ഉണ്ട്, സസെപ്റ്റഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്, ഗേഷ്യസ് പൊല്യൂട്ട്സ് ഉണ്ട്, CO2, NOx, നമ്മുടെ വണ്ടിയിൽ നിന്നൊക്കെ വരുന്ന പോലെ. ഓക്കെ, അങ്ങനെയാണ് ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് സസെപ്റ്റഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെങ്കിൽ ഡസ്റ്റ്, അതിലൊക്കെയുള്ള സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പിന്നെ വെഹിക്കിൾസ് എന്നുള്ളത്. അപ്പോൾ കൂടുതലും നമ്മൾ സൺലൈറ്റ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് റെഡ്യൂസ് ചെയ്യും, വിസിബിലിറ്റി കുറയ്ക്കും, കൊറോഷൻ ഉണ്ടാക്കും, ആസ്മ ഉണ്ടാക്കും. പിന്നെ എന്നുള്ള ഫ്ലൈ ആഷ്, പാർട്ട് ഓഫ് സ്മോക്ക് റിലീവ് ചിമ്മിനീസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്മോക്ക്, അതാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. വെജിറ്റേഷനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഈ നമ്മുടെ പാർട്സ് പെർ മില്യൺ, നമ്മുടെ പാർട്ടിക്കുലേറ്റ്, നമ്മുടെ എയറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് കൂട്ടും, അതൊക്കെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. 2 ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ, പ്രൈമറി പൊല്യൂട്ടൻസ് ഉണ്ട്, സെക്കൻഡറി പൊല്യൂഷൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് വരുന്നതാണ് ഡയറക്ട്ലി ഫ്രം ഐഡൻറ്റിഫൈ, നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും ബോത്ത് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആയിട്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ടത്തിലൊക്കെ കത്തിക്കുന്നത് പോലും പൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അടുത്ത് വരുന്നതാണ് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ലെഡ്, ഇങ്ങനെ പ്രൈമറി പൊല്യൂഷൻ. സെക്കൻഡറി പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ സർട്ടൻ കെമിക്കൽ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ്, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ അറ്റ്മോസ്ഫിയറിലുണ്ടായി അങ്ങനെ ഉണ്ടാകുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പല ടൈപ്പ് പൊല്യൂട്ടൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. അത് ഒന്ന് കാർബൺ കോമ്പൗണ്ട് ഉണ്ട്, സോഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. സൾഫർ കോമ്പൗണ്ട് ഉണ്ട്, അതുപോലെ പവർ പ്ലാന്റ്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ സൾഫേഴ്സിൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നൈട്രജൻ കോമ്പൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, NO, N2O, ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റ് നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രോ കാർബൺസ് ഓട്ടോമൊബൈൽസിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്, പർട്ടിക്കുലേറ്റ് മാറ്റർ തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും റെസ്പിറേറ്ററി ഇഷ്യൂസും ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, അതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ജനറലായിട്ടുള്ള. ഈ ടൈപ്സ് ഓഫ് പാർട്ടിക്കുലേറ്റ്സ് വരുന്നതാണ് എയറോസോള്, മിസ്റ്റ്, ഡസ്റ്റ്, അങ്ങനെയുള്ള സാധനം. എയറോസോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ എയർ ആണ്. ഓക്കെ, മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എയറോസോൾ തന്നെ കൺസിസ്റ്റിംഗ് ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിലുണ്ടാകുന്ന പാർട്ടിക്കിൾസ്. ഓക്കെ, അതുപോലെ ഡസ്റ്റ്, സ്മോക്ക്, അതിൽ എയറോസോൾ കൺസിസ്റ്റിംഗ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, പിന്നെ ഫോഗ്, എയറോസോൾ കൺസിസ്റ്റ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സാണ് വിച്ച് കോസ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ ലങ് ഡിസീസൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എയർ പൊല്യൂഷനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, വാട്ടർ പൊല്യൂഷനെ കുറിച്ചും. ഓക്കെ.